സ്വാഭാവികമാണ്. മാത്രമല്ല, ഈ ബന്ധം വളരെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ വളരെ സുദൃഢമായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് സവിശേഷമായൊരു കാരണമായി മുസ്ലിം ലീഗ് സമസ്തയുമായി ഉള്ള ബന്ധം ഗാഢമാകാൻ സഹായകമായത് 1930കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നത്തെ സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. കോൺഗ്രസ്സിനെതിരെയുള്ള നിലപാട് ആവിഷ്കരിച്ചു എന്നതായിരുന്നു അത്. അങ്ങനെ മുസ്ലിങ്ങളെല്ലാം സമസ്തയെ സംബന്ധിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട്, സമസ്ത ഇങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് സമുദായം കുത്തൊഴുക്ക് നടത്തുകയുണ്ടായി മുസ്ലിം ലീഗിലേക്ക്. അതേസമയം ഒരു സമസ്തക്കാരുമായിരുന്നു. ഇതോടൊപ്പം തന്നെ 1934 മലബാർ ജില്ലാ മുസ്ലിം ലീഗ് രൂപീകൃതമായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിലംഗമായിരുന്നു മലബാർ ജില്ലാ മുസ്ലിം ലീഗിൽ. അതേപോലെ തന്നെ 1937 കേന്ദ്ര അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സത്താർ സേട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ 3 പ്രധാനപ്പെട്ട നേതാക്കൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതിൽ ഒന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അഥവാ ആദ്യകാലം മുതലേ സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാർ സമുദായത്തിൻ്റെ ഉത്കർഷത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന മുസ്ലിം ലീഗും അതുതന്നെ ലക്ഷ്യം വെച്ചു. അതുകൊണ്ട് ഇവർ രണ്ടും വളരെ സൗഹൃദത്തോടു കൂടി, ഐക്യത്തോടു കൂടി ഈ ഏകമാനമായ ലക്ഷ്യങ്ങളിലേക്ക് സമാന്തരമായി നടന്ന് നീങ്ങി എന്നതാണ് സംഭവിച്ചത്. അതേസമയം ഈ സമസ്തയുമായുള്ള ഇവരുടെ ബന്ധം ഒരു മറയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പേരിൽ അവർ സമുദായത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാവുന്നതാണ്. രാഷ്ട്രീയം അവൻ്റെ മനസ്സിൽ നിന്നുണ്ടായി വരുന്നതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം